ED ഉദ്യോഗസ്ഥരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയപ്പോൾ അവരെ ആക്രമിച്ച CPM ഗുണ്ടകളായ 29 പേര് ഇപ്പോൾ അറസ്റ്റിലുണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം അറസ്റ്റ് ചെയ്ത 5 പേര് അവരെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 5 പേർക്കും ജാമ്യം നിഷേധിച്ചു. ടാനിയ മറിയം ജോസ് എന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും എന്ന് അവർ പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ ആക്രമണമാണ്. രാജ്യത്തെ നിരപരാധികളായ ആ ഉദ്യോഗസ്ഥരെ, ED ഉദ്യോഗസ്ഥരെ അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം അവരെ ആക്രമിക്കുകയും അവർക്ക് പരിക്കേൽക്കുകയും അവർ സഞ്ചരിച്ച വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്ത കേസാണ്. ഇതൊരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇവിടെയുള്ള അന്വേഷണ ഏജൻസിക്ക് അവർ ആ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷണം നടത്തി, അവിടെ സെർച്ച് നടത്തി, വെളിയിലിറങ്ങി അവരുടെ ഓഫീസിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ക്രൂരമായ ആക്രമണം ഉണ്ടായത്. ആക്രമണമെല്ലാം നമ്മൾ ദൃശ്യത്തിൽ കൂടെ കാണുകയും ചെയ്തു. അത് ആ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചതല്ലാതെ CPMനെതിരായിട്ടോ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടോ അവരൊന്നും ശബ്ദിച്ചില്ല. അവർ ആ വീട് റെയ്ഡ് ചെയ്തു, വീണ വിജയനെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു എന്നല്ലാതെ അവർ പാർട്ടിക്കെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവർ നിയമപരമായി ചെയ്യേണ്ട പ്രവൃത്തി അവർ ചെയ്തു എന്ന് മാത്രം. പക്ഷേ ഇപ്പം വരുന്ന സംഭവങ്ങൾ, ഇത് CPMലെ നേതാക്കന്മാർ, ഈ അക്രമത്തിന് കാരണക്കാർ അവരത് ഇളക്കി വിട്ടു. അങ്ങനെ 200 പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 300 പേർക്കെതിരായിട്ടാണ് കേസെടുത്തെങ്കിലും 200 പേരെ തിരിച്ചറിഞ്ഞതായിട്ടാണ് വരുന്നത്. അത് അറസ്റ്റിലേക്ക് വരും. അങ്ങനെ അതിൻ്റെ തുടക്കത്തിൽ ഇപ്പം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്ത 5 പേരുടെ ജാമ്യമാണ് ഇപ്പോൾ നിഷേധിച്ചത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആ ജാമ്യം കൊടുക്കാൻ അവർക്ക് കഴിയില്ല. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറ്റശിക്ഷകൾ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് കൊടുത്തില്ല. അത് തന്നെയുമല്ല, ഇവർ സെഷൻസ് കോടതി പോയാലും ജാമ്യം ലഭിക്കില്ല എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. കാരണം അങ്ങനെ കൊടുക്കാൻ ഒക്കില്ല, രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് ചെയ്തത്. ഈ കേസ് ബംഗാളിലെ പോലെ തന്നെ CBI ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുതന്നെയല്ല, ഇപ്പോഴന്വേഷിച്ചിരിക്കുന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതാണ്. അതുകൊണ്ട് ആ കേസിനകത്ത് ഒന്നെങ്കിൽ CBI അന്വേഷണം വരണം, അല്ലെങ്കിൽ NIA വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് NIAയുടെ കേസ്, NIA ആണ് ഇനി കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ അറസ്റ്റ് ചെയ്ത പ്രതികൾ തീർച്ചയായിട്ടും അവർ തീഹാർ ജയിലിലേക്ക് മാറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം NIAയുടെ ആസ്ഥാനം ഡൽഹിയാണ്. അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഉൾപ്പെട്ട പ്രതികളെ അങ്ങോട്ട് മാറ്റുകയും ചെയ്യും. അത് ഇവിടെ തന്നെ NIA ചാർജ് കൊടുക്കുകയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ഇതുപോലൊരു വിപത്ത് ചെന്ന് ചാടുമെന്ന് ആ CPMനെ അന്ധമായി വിശ്വസിക്കുന്ന ആ ഗുണ്ടകൾക്ക് ഒരു പ്രതീക്ഷ പോലും ഇപ്പോഴില്ല എന്നാണ് കരുതുന്നത്. അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത മങ്ങി. കേരളത്തിൽ അവർക്ക് ഒരു ജാമ്യം ലഭിക്കാനുള്ള ഒരു 90 ദിവസത്തിനുള്ളിൽ ലഭിക്കാനുള്ള അവസരം നിഷേധിക്കും എന്നാണ് കരുതുന്നത്. ഒരു 45-50 ദിവസത്തിനകം കുറ്റച്ചാർജ് കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ട്രയൽ കഴിഞ്ഞ് മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. 200 പേരെയെങ്കിലും ഈ കേസിൽ അറസ്റ്റ് ചെയ്യും എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അപ്പം 200 പേര് തീർച്ചയായിട്ടും ഈ കേസിന് ജാമ്യമില്ലാതെ കോടതിയിൽ അതിൻ്റെ ട്രയൽ നടന്ന് അത് ശിക്ഷിക്കുകയാണെങ്കിൽ ഇവർ ശിക്ഷ കഴിഞ്ഞ് അതിന് പുറത്തിറങ്ങാനും കഴിയുള്ളൂ. അപ്പോൾ ഇതൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. ഭരണകക്ഷിയായിരുന്ന അവർ ഇതുവരെ എന്ത് കൃത്രിമവും അല്ലെങ്കിൽ എന്ത് വയലൻസും കാണിച്ചാലും അവർക്കൊക്കെ ജാമ്യം ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പം അത് പാടെ മാറി. ഇപ്പം കോൺഗ്രസ് ഭരണമാണ് വന്നിരിക്കുന്നത്. പഴയ പോലെ ഗുണ്ടായുസം കാണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അതിശക്തമായതിനെ എതിർക്കും. അവർക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കും. അത് തന്നെയല്ല, ഇപ്പം 26 പേരെ അറസ്റ്റ് ചെയ്തതിൽ 5 പേരാണ് ജാമ്യത്തിന് അവർ മുന്നോട്ട് വന്നത്. അത് തോപ്പുമുക്കുള്ള വാഴോട്ടുകോണംകാരന് നിതിനുണ്ട്, അതുപോലെ വിളപ്പിശാലയിൽ ഒരു മനോജ്,
വഞ്ചൂർ മിത്രനികേതൻ്റെ അടുത്ത് ഹോസ്റ്റലിൻ്റെ അടുത്ത് ഉള്ള ജീവന്, പാറ്റൂർ സമത് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഷാഹീൻ, പള്ളിച്ചലാർ ശ്രീജിത്ത്, ഇങ്ങനെ 5 പേർക്കാണ് ജാമ്യം ചോദിക്കാതെ ഇപ്പം വന്നിരിക്കുന്നത്. ഇനി ആ കൂടെ ആദ്യം അറസ്റ്റ് ചെയ്ത് 26 പേരുണ്ട്. 3 പേരെ ഇപ്പം പോലീസിൻ്റെ കസ്റ്റഡി ഉണ്ടെന്ന് പറയും. അപ്പോൾ 29 പേരായി. പോലീസിൽ നിന്ന് വരുന്ന വാർത്തകൾ 200 പേരെങ്കിലും അറസ്റ്റ് ചെയ്തിരിക്കും എന്നാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ സാധ്യതകളെല്ലാം ഒളിച്ചു കഴിഞ്ഞു. കാരണം വ്യാപകമായ അറസ്റ്റ് ഉണ്ടാവും. അത് തന്നെയല്ല, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ അന്വേഷണം ഒരു 10-60 ദിവസത്തിനകം കുറ്റച്ചാർജ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ നിൽപ്പ് കഴിഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം കഴിഞ്ഞ്, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചു കഴിഞ്ഞ് ആ കേസിൻ്റെ നിന്ന് അവർക്ക് ഒരു മോചനം ലഭിക്കുകയുള്ളൂ. അപ്പീലിലെങ്ങാനും പോയെങ്കിലേ ഉള്ളൂ. പക്ഷേ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ മങ്ങി. അതൊന്നും അവർ CPM ഗുണ്ടകൾ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനൊരു വിപത്തുണ്ടാകുമെന്ന്. ഏതായാലും അവർ വീട്ടിലൊക്കെ പറഞ്ഞു വന്ന് അക്രമം കാണിച്ചപ്പോൾ 2-3 ദിവസത്തിനകം സാധാരണ ഒരു ജാമ്യം ലഭിച്ച് വീട്ടിലോട്ട് പോകാൻ ഉള്ള സംവിധാനമായിരുന്നു കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലുണ്ടായിരുന്നത്. അതിപ്പോൾ വിലപ്പോയില്ല. ഇവർ കൃത്യമായി ശിക്ഷ അനുഭവിച്ച് ജയിലിൽ തന്നെ കിടക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം.